രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഈ സമരം വെറും രാഷ്ട്രീയ തന്ത്രമാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. സത്യമെന്താണ്? നമ്മൾ തെക്കേ ഇന്ത്യക്കാർ എന്ന് വെച്ചാൽ കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്ക് മൊത്തത്തിൽ കേന്ദ്രം നൽകിയ നികുതി വിഹിതം 1.5 ലക്ഷത്തോളം കോടി രൂപയാണ്. അതേസമയം വടക്കേ ഇന്ത്യയിലെ ഉത്തർപ്രദേശിന് മാത്രം കേന്ദ്രം കൊടുത്തത് 1,70,70,000 കോടി രൂപ എന്ന് വെച്ചാൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം കൂടി കൊടുത്തതിനേക്കാൾ 20,372.46 കോടി രൂപ അധികം. അതാത് സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ നിശ്ചിത ശതമാനം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് നിയമം. അതനുസരിച്ചാണ് ഈ പണം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. അപ്പോഴാണ് വടക്കേ ഇന്ത്യക്കാർക്ക് വാരിക്കോരി നൽകുന്നത്. അത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മളെക്കാൾ വലിയ തുക പിരിച്ചു കൊടുക്കുന്നത് കൊണ്ടാണോ? അതുമില്ല. കേരളം 1 രൂപ കേന്ദ്രത്തിന് നൽകുമ്പോൾ തിരിച്ചു കിട്ടിയത് 46 പൈസയാണ്. തമിഴ്നാടിന് 22 പൈസയും, കർണാടകത്തിന് 11 പൈസയും, തെലങ്കാനയ്ക്ക് 27 പൈസയും, ആന്ധ്രാപ്രദേശിന് 44 പൈസയുമാണ് തിരിച്ചു കിട്ടുന്നത്. ഉത്തർപ്രദേശോ, അവർ 1 രൂപ നികുതിയായി കേന്ദ്രത്തിന് നൽകുമ്പോൾ 1 രൂപ 72 പൈസ കേന്ദ്രം തിരിച്ചു നൽകുന്നു. ബീഹാറിൽ നിന്ന് 1 രൂപ ലഭിക്കുമ്പോൾ തിരികെ കിട്ടുന്നത് 5 രൂപ 9 പൈസയാണ്. മധ്യപ്രദേശിൽ അത് 1 രൂപ 66 പൈസ. ഇതെല്ലാം കേന്ദ്ര ബജറ്റിൽ നിന്നുള്ള വിവരങ്ങളാണ്. നമുക്ക് കിട്ടുന്നത് നക്കാപ്പിച്ചയാണെന്നതിൽ ഇനിയും സംശയമുണ്ടെങ്കിൽ പുതിയ കണക്കുകൾ വന്നിട്ടുണ്ട്. ഇത്തവണത്തെ ഇടക്കാല ബജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് പ്രഖ്യാപിച്ച പണം നോക്കാം. 28 സംസ്ഥാനങ്ങൾക്ക് ആകെ നൽകിയത് 12 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇതിൽ 18% ഉത്തർപ്രദേശിന് മാത്രമായി നൽകി. 2,20,000 കോടിയോളം രൂപ. ബീഹാറിന് 10%-ലേറെയും മധ്യപ്രദേശിന് 8%-അടുത്തും തിരിച്ചു ലഭിച്ചു. ഇതേസമയം കേരളത്തിന് 1.93%, തമിഴ്നാടിനും ആന്ധ്രയ്ക്കും 4 വീതവും, കർണാടകത്തിന് 3.6%, തെലങ്കാനയ്ക്ക് 2.1%. 46,303 for the 10 years between 2004 to 14. 2014 to 24, only up to December 2023, 1,50,140 crores. കേരളത്തിന് മുമ്പത്തേക്കാൾ കൂടുതൽ കിട്ടിയെന്നത് ശരിയാണ്. പക്ഷേ അത് പകുതി ശരി മാത്രമാണ്. കണക്കിലെ കളിയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. മുമ്പ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്ന നികുതി വിഹിതം കേന്ദ്രത്തിന് കിട്ടുന്ന പണത്തിന്റെ 32%. ഇപ്പോൾ അത് 41%. 9% കൂറ്റൻ വർധനവ്. അതനുസരിച്ച് കേരളത്തിന് കിട്ടുന്നതും കൂടേണ്ടേ? മുമ്പ് നമുക്ക് കിട്ടിയത് 2.5%. ഇപ്പോൾ 1.93%. വരുമാനത്തിന്റെ തോത് കുറയുകയാണ് ചെയ്തത്. കിട്ടുന്ന പണം കൂടിയെന്ന് പറയുന്നതിൽ കാര്യമില്ല. ആകെ തുകയുടെ എത്ര കിട്ടി എന്നതിലല്ലേ കാര്യം. നിർമ്മല സീതാരാമന് ഇത് അറിയാത്തതല്ല, വെറുതെ ഒരു വാദം. മറ്റൊരു വാദം എല്ലാം ധനകാര്യ കമ്മീഷനാണ് തീരുമാനിക്കുന്നത് എന്നാണ്. ശരിയാണ്. അവർ അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? 2 മാനദണ്ഡങ്ങൾ പറയാം. ജനസംഖ്യ കൂടുതലുള്ളവർക്ക്, അതുപോലെ സാമ്പത്തിക സ്ഥിതി മോശമായവർക്കും കൂടുതൽ സഹായം കിട്ടും. അങ്ങനെയാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പണം കൂടുന്നത്. അതായത് നമ്മൾ തെക്കേ ഇന്ത്യക്കാർ ജനസംഖ്യ നിയന്ത്രിച്ചതും സാമ്പത്തികമായി മുന്നേറിയതുമാണ് നമ്മുടെ കുറ്റം.